ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്ത് 3 പേർക്ക് കൂടി ഭാരത് രത്ന പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനുമാണ് പുരസ്കാരം. 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. പുരസ്കാരം കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായി കാണുന്നുവെന്ന് MS സ്വാമിനാഥന്റെ മകൾ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർ അഭൂതപൂർവമായ സംഭാവന നൽകിയവരെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിപ്പോൾ ഈ വർഷം തന്നെ 5ാമത്തെ ആളുകൾക്ക്, അതായത് 5 പേർക്ക് ഭാരത് രത്ന എന്ന തരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടി എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുമാണ്. അതിൽ ഈ നേടുന്നവരുടെ പട്ടിക എടുത്തു നോക്കിയാൽ അവിടെയും രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. ഇന്നും അത് അത്തരത്തിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ചൗധരി ചരൺ സിംഗ് RLD NDAയുമായി സഖ്യത്തിലേക്ക് ചേർന്ന് അതേ ദിവസം തന്നെ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുന്നു. എന്തായാലും ഇതിലൊക്കെയുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തണം? അനുജ, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഈ 5 പേർക്ക് ഭാരത് രത്ന ഈ വർഷം പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതും ഘട്ടം ഘട്ടമായാണ് ഈ പേരുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറെ കൗതുകകരമാണ്. ഈ ഏറ്റവും ഒടുവിലായി 3 പേർക്ക്, അത് മലയാളികൾക്ക് കൂടി ഏറെ അഭിമാനിക്കാൻ ഇടയുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ അടക്കമുള്ള 3 പേർക്കാണ് ഭാരത് രത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രധാനമായും MS സ്വാമിനാഥന്റേതാണെങ്കിൽ അദ്ദേഹം ഒരു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് കേരളം മാത്രമല്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശും അടക്കമുള്ള ഇടങ്ങളിലെ കർഷകരും അദ്ദേഹത്തോട് ഏറെ സ്നേഹവായ്പുള്ളവരാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ ഈ കാർഷിക വിളകളുടെ വിലവർദ്ധനവ് സംബന്ധിച്ചുള്ള ശുപാർശ, അത് ഇന്നും കർഷകരുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാന ആവശ്യമായി നിലനിൽക്കുകയാണ്. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ളത്. അത് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും ഉത്തരേന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ MS സ്വാമിനാഥന് ഭാരത് രത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, അദ്ദേഹം കർഷകരുടെ മിശിഹ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രധാനമായും ഉത്തർപ്രദേശിലെ ജാട്ട് വിഭാഗത്തിനിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചെറുമകൻ ആയ BJP തെരഞ്ഞെടുപ്പ് ധാരണ അല്ലെങ്കിൽ സീറ്റ് ധാരണ ഉണ്ടാക്കി ഇതിന് തൊട്ടു പിന്നാലെയാണ് ജയൻ ചൗധരിയുടെ മുത്തച്ഛനായ ഈ ചൗധരി ചരൺ സിംഗിന് ഭാരത് രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ BJPയും RLDയും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ ഒരു ധാരണ കൂടി ഇത് ഉണ്ടായിരുന്നു, ഒരു ഉപാധി ഇതായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പാണ് ചൗധരി ചരൺ സിംഗിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനമായ നീക്കം നേരത്തെ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയും കൂടാതെ OBC നേതാവ്, സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഭരണം അട്ടിമറിക്കാൻ കഴിഞ്ഞതും ഇന്ത്യ മുന്നണിയിൽ നിന്നും നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് വീണ്ടും NDAയിൽ എത്തിക്കാൻ കഴിഞ്ഞതും. സമാനമായ നീക്കം ഈ RLDയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് PV നരസിംഹറാവു എന്ന മുൻ പ്രധാനമന്ത്രിയുടേതാണ്. കോൺഗ്രസ് അവഗണിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി എന്ന വിശേഷണം പലപ്പോഴും BJP നൽകാറുള്ള ഒരു നേതാവാണ് PV നരസിംഹറാവു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് വീണ്ടും അവിടെ വളരാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിവരുന്നു. BJPക്കും ഏറെ പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് ഇത്തവണ അർപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ജനമനസ്സിൽ സ്ഥാനമുള്ള മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനും ഭാരത് രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 3 പേർക്ക് കൂടി മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഈ വിവരം അറിയിച്ചത്. ഇതിപ്പോൾ ഈ വർഷം മാത്രം 5 പേർക്ക് ഭാരത് രത്ന ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്ന. ഇന്നിപ്പോൾ 2 പ്രധാനമന്ത്രിമാർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഒപ്പം തന്നെ മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമായ രാജ്യത്തെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച, നേതൃത്വം നൽകിയ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഇന്ന് ഭാരത് രത്ന രാജ്യം നൽകുന്നത്.